2029 എന്നൊരു വർഷമുണ്ടെങ്കിൽ കോൺഗ്രസ് ഇന്ത്യയിൽ അധികാരത്തിൽ വരും, സംശയിക്കേണ്ട. 2029 എന്നൊരു വർഷമുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ വരും ഇന്ത്യയിൽ. എന്നാൽ ഇന്ത്യ കണ്ട ഏറ്റവും ദുരന്ത കാലഘട്ടം അതായിരിക്കും. നിങ്ങൾ എഴുതി വെച്ചോളി, നിങ്ങൾ എഴുതി വെച്ചോളി. BJPയേക്കാൾ 1000 മടങ്ങ് പ്രയാസമായ കാലഘട്ടമായിരിക്കും ആ കാലഘട്ടം, യാതൊരു സംശയമില്ല. ഇപ്പം നിങ്ങളത് ഉൾക്കൊള്ളൂല. നിങ്ങൾ 2032 നിങ്ങളും ജീവിച്ചിട്ടുണ്ടെങ്കിൽ പറയാം, അന്നാ പറഞ്ഞ് ശരിയായിരുന്നു. ഇപ്പം നിങ്ങൾ എതിർക്കും, ഇയാൾക്ക് പിരാന്താണ്. 2019 ഞാൻ പറഞ്ഞു, 2019ലും 2024ലും BJP അധികാരത്തിൽ വരും, കോൺഗ്രസ് അധികാരത്തിൽ വരില്ല. അന്നിന്നെ കൊല്ലം വേണ്ടിയിട്ട് 2019 കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകൾ എണീറ്റു. 2024ലും ഇയാൾ കോൺഗ്രസ് അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നാടാകെ രാഹുൽ ഗാന്ധി ഇളക്കി മുറിച്ചു. ഇതാ എല്ലാം പറഞ്ഞു, ഇതാ ഗുജറാത്തിൽ നിന്ന് വരുന്ന വാർത്തകൾ എല്ലാം ഇപ്പോൾ നമ്മൾ കാശ്മീരെ നമ്മൾ കോലം കത്തിക്കും എന്നൊക്കെ പറഞ്ഞു. എവിടെ പോയടങ്ങളൊക്കെ? സൂര്യൻ ഉദിക്കുകയാണെങ്കിൽ 2024 രാഹുൽ ഗാന്ധി അധികാരത്തിൽ കയറിയിരിക്കും എന്ന് പറഞ്ഞ നിങ്ങളൊക്കെ എവിടെ പോയട? അതാണ് ഒരു മറുപപ്പെട്ട. അതിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. നിങ്ങൾ എന്നെ കൊല്ലാൻ നടക്കുന്നു എന്തൊക്കെ നിങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഞാൻ പറയുന്നു 2029 BJP അധികാരത്തിൽ വരില്ല. എന്നാൽ 2029 ശേഷമുള്ള കാലഘട്ടത്തിലേക്ക് ചേർത്ത് നോക്കിയാൽ BJPയുടെ കാലഘട്ടം സ്വർഗ കാലഘട്ടമാണ് തീരുന്നു എന്ന് നിങ്ങൾ എന്നെ പറയും. നിങ്ങൾ എഴുതിച്ചോളി. ഇപ്പം നിങ്ങൾ അംഗീകരിക്കൂല, ചെയ്തിച്ചോളി. കുറച്ച് യുവാക്കളായിരിക്കും അന്ന് യുവാക്കൾ അഴിഞ്ഞാടും, മതം എടുത്തു കളയും. മതം എന്നൊരു കാലഘട്ടത്തെ നശിപ്പിക്കുന്ന കാലഘട്ടം കോൺഗ്രസിൻ്റെ അധികാരമുള്ള കാലഘട്ടമായിരിക്കും. കോൺഗ്രസ്സാണ് മതത്തെ നശിപ്പിക്കുക. എന്തുകൊണ്ട്? കോൺഗ്രസ് ഒരു മതപക്ഷത്തുള്ള പാർട്ടിയല്ല. അതിനെപ്പോഴും അപകടകാരിയായി തീരാവുന്നതാണ്. BJP ഒരു അപകടകാരിയായിത്തീരുന്നതിനൊരു പരിധിയുണ്ട്. കോൺഗ്രസ് അപകടകാരിയായാൽ അതിന് പരിധിയില്ല. അന്തമുള്ളവർക്ക് മനസ്സിലാവും, അന്തല്ലാത്തൊരു പറഞ്ഞ കാര്യമില്ല.